കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ നട തുറന്നു കേട്ടോ. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം അധികം പേരായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത്. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ കാലുമല്ലാതെ ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. മഞ്ഞ കസവോട് കൂടിമുണ്ട്, പാളസാറ് പോലെ എടുത്തിരിക്കുകയാണ്. അങ്ങനെ വെച്ചാൽ കളപ്പത്തിന് മുകളിൽ അങ്ങനെ കസവിൻ്റെ കൊട്ടിച്ച് നല്ല ഭംഗിയായിട്ട് അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ടുമാല, ഒരു കാശിമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ടാണ് നിൽക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. രണ്ട് കയ്യിൽ ശംഖും ചക്രം കൊടുത്തിട്ടുണ്ട് സ്വർണത്തിൻ്റെ. അത് മറ്റേ ഇടത്തെ കയ്യിൽ, മൂന്നാമത്തെ കയ്യിൽ അമൃതകലശം പിടിച്ചുകൊണ്ടാണ്, വലത്തെ കയ്യിൽ അട്ടേനെ പിടിച്ചിട്ടാണ്. അങ്ങനെ ധന്വന്തരി മൂർത്തിയായിട്ടാണ് ശ്രീലകത്ത് പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കണത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അമൃത കലശം ഇതും അമൃത കലശം വലത്തെ കയ്യിൽ അട്ടേനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ധന്വന്തരി മൂർത്തിയായിട്ട് എല്ലാ സുഖങ്ങളും മാറ്റാൻ തയ്യാറായും കൊണ്ട് ആ ശ്രീലകത്ത് പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി ആശ്വാസമായ നോട്ടത്തോടു കൂടിയിട്ടാണ് നിൽക്കണത്. കളഭ കൊണ്ട് കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ധന്വന്തരി മൂർത്തിയെ ശ്രീലകത്ത് ചാർത്തിരിക്കണത് കേട്ടോ. തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചാർത്തിരിക്കുന്നത്. തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്ന്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതൊന്ന്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു രണ്ടുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്നെങ്ങനെയാ വെച്ചാൽ താമരപ്പൂവും തുളസിയും തെച്ചി ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടുള്ളതൊന്ന്. മറ്റതെങ്ങനെയാണെന്ന് വെച്ചാലോ വെളുത്ത പൂവും തുളസിയായിട്ട് ഇങ്ങനെ ഇടകലർന്ന്. അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളാണ് ധന്വന്തരിമൂർത്തിക്ക് ചാർത്തിരിക്കണത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ആ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് 2 തെച്ചിയും തുളസിയായിട്ട് 2, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ട് 1, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ട് 2. അങ്ങനെ 6-7 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ധന്വന്തരി മൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. അമൃത കലശമൊക്കെ പിടിച്ചിട്ട് ശംഖചക്രത്തോടുകൂടി ഒക്കെ പിടിച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അത് കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാധാലയ വാസവിഷ്ണു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ജഗന്നിവാസ കരുണാമുരാരേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ, വരുന്ന രോഗങ്ങളകന്നു പോകാൻ വരം തരേണേ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ ധന്വന്തരി മൂർത്തിയെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ധന്വന്തരി മൂർത്തിയുടെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം നമുക്ക്. ആ 2 തൃപ്പാദം പിടിച്ച് എല്ലാത്തിനും സംരക്ഷിക്കണേ എന്നുള്ള ഭാവത്തോട്, സംരക്ഷിക്കുക എന്നുള്ള ഭാവത്തിൽ നിൽക്കണം. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി, ആ ധന്വന്തരി മൂർത്തിയുടെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. ആദിവ്യാധികളൊക്കെ മാറ്റി ഭക്തന്മാരെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കണം. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദം പിടിച്ച് ജപിക്കല്ലേ നാമം നമുക്ക് ഉറക്ക ജപിക്കാം. ആ വാതാലയേശൻ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നാരായണ 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 നാരായണ